മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അപ്പാ നിൻ വീട്ടിൽ ഇനി എക്കാലവും വസിക്കും ഈ പാവി നിൻ അടിയാ. അപ്പാ നിൻ വീട്ടിൽ ഇനി എക്കാലവും വസിക്കും ഈ പാവി നിന്നടിയാ. എനിക്കിപ്പാരില്ല എല്ലാം ചപ്പാണൻ ദൈവമേ തൃപ്പാരും എൻ ഗതിയേ. എനിക്കിപ്പാരില്ല എല്ലാം ചപ്പാണൻ ദൈവമേ തൃപ്പാരും എൻ ഗതിയേ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യാക്കോബിനെ ദൈവം ഇവിടെ ഈ പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനതിനെ സംബന്ധിച്ച് ചുരുക്കമായി സംസാരിച്ചിരുന്നു. ഇസ്രായേൽ യാക്കോബിൻ്റെ സ്വഭാവമുള്ളവരായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം ഇസ്രായേലിനെ വിളിക്കുന്നു യാക്കോബിൻ്റെ പുത്രന്മാരെ. നമുക്കറിയാം, യാക്കോബിനെ ദൈവം വിളിച്ചതാണ് ഇസ്രായേലെന്ന്. എന്നാൽ ഇന്ന് ഇസ്രായേലിനെ തിരിച്ച് യാക്കോബെ അഥവാ യാക്കോബിൻ്റെ മക്കളെ എന്ന് വിളിക്കേണ്ടെന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ മാറിക്കഴിഞ്ഞു. ഈ ഭാഗത്ത് യഹോവയായ ഞാൻ മാറാത്തവൻ എന്ന് പറയുക. ഇവിടെ ഇസ്രായേലിന് ദൈവം ന്യായം വിധിക്കും. അവരുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും എന്നുള്ളത് ദൈവം ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വാക്യങ്ങളിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. എന്നാൽ ദൈവം പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇസ്രായേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. പക്ഷെ ദൈവം ഇതുവരെയും തൻ്റെ സ്വഭാവം ത്യജിച്ചിട്ടില്ല. ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. ദൈവത്തിൻ്റെ പല സ്വഭാവങ്ങൾ നമുക്കറിവുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുക. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യും. അപ്പോൾ ആദിയും അന്തവുമായ ദൈവം, ആ കാര്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു.
എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആ തേജസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം ആരാണ് എന്നതിനെ സംബന്ധിച്ച് ദൈവം തന്നെ പറയുക. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, അൽഫയും ഒമേഗയുമാകുന്നു, സർവശക്തിയുള്ള ദൈവമാകുന്നു. പിന്നെയോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവസ്നേഹത്തെ നാം കാണുകയാണ്. ദൈവം സ്നേഹമാകും. ദൈവം പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ വാതിലാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ദൈവം അങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരികയാണ്. ലോകത്തിൽ നമുക്ക് കാണത്തക്ക വിധത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ ചൂണ്ടിക്കാട്ടി ദൈവം നമ്മോട് പറയുന്നു, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ആണ്. എന്തിനാ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണം, നാം കാര്യം ഗ്രഹിക്കണം, അതിലൂടെ ദൈവത്തെ ശരിയായ രീതിയിൽ കാണണം. ഇവിടെ ദൈവം സ്നേഹമാണ്, കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, പാപത്തെ ക്ഷമിക്കുന്നവനാണ്, പാപപരിഹാരം വരുത്തിയവനാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. രോഗികൾക്ക് സൗഖ്യം നൽകുന്നു, അനാഥരോടും വിധവമാരോടും ദൈവം മനസ്സലിവ് കാണിക്കുന്നു, സകലരും വെറുക്കുന്ന കുഷ്ഠരോഗികളെ ദൈവം സ്നേഹിക്കുന്നു, ആർക്കും വേണ്ടാത്തവരെ തേടിച്ചെല്ലുന്നവനായ ദൈവം. ദൈവത്തിൻ്റെ ഒരുപാട് സ്വഭാവങ്ങളാണതെല്ലാം. എന്നാൽ ഈ ഭാഗത്ത് ദൈവം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കണം, പഠിക്കണം. എന്താ ദൈവം പറയുന്നത്? ഞാൻ മാറാത്തവനാണ് എന്നാണ് ദൈവം പറയുന്നത്. ഞാൻ മാറാത്തവനാണ്. അപ്പോൾ ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവം തൻ്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല, താൻ മാറുന്നില്ല. താൻ ആദ്യം മുതൽ എങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെയാണ്. എന്താ ദൈവം ഇതിങ്ങനെ പറയാൻ കാരണം? ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇസ്രായേൽ ദൈവഭക്തി വിട്ട് മാറിപ്പോയി. അവരുടെ സ്വഭാവം ഇങ്ങനെ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥിരതയില്ലാത്ത അനുഭവമാണ്. ദൈവകോപത്തിനവർ പാത്രമായി തീർന്നിരിക്കുകയാണ്. ദൈവത്തെ ശരിയായ രീതിയിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർ ശരിയായ ഭക്തിയിലോ വിശ്വാസത്തിലോ സമർപ്പണത്തിലോ സ്ഥിരതയോടെ ജീവിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കും, ഏറ്റക്കുറച്ചിലുകൾ വരും. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ മാറാത്തവനാണ്. ഇത് വലിയ വാക്കാണ്. ദൈവം പറയുന്നു, ഞാൻ മാറാത്തവൻ. അപ്പോൾ ആ മാറാത്ത ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയിരുന്നു എങ്കിൽ യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങളെല്ലാം മുടിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ദൈവം ഇവിടെ എന്താ ഈ ഇസ്രായേൽ ജനത്തോട് കാണിച്ച സ്വഭാവം? തൻ്റെ മഹാകരുണ കാണിക്കുകയാണ്. അവരുടെ സ്വഭാവം മാറിയതുകൊണ്ട് അതിനനുസരിച്ച് ദൈവം അവരോട് ഇടപെട്ടിരുന്നെങ്കിൽ, അവരുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ദൈവവും മാറിക്കൊണ്ടിരുന്നെങ്കിൽ ഇസ്രായേലിൽ ആരും ബാക്കി ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ദൈവം തൻ്റെ മഹാകരുണ അവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്?
യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ ഏക കാരണം നിങ്ങൾ നല്ലവരായതുകൊണ്ടല്ല, നിങ്ങൾ നന്മ പ്രവർത്തിച്ചതുകൊണ്ടല്ല, നിങ്ങൾ എന്നെ സേവിച്ചതുകൊണ്ടല്ല, നിങ്ങൾ എന്നെ ശരിയായ രീതിയിൽ ആരാധിക്കുകയും എനിക്ക് ബലി കഴിക്കുകയും ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും നന്നായി ജീവിക്കുകയും ചെയ്തതുകൊണ്ടുമല്ല, നിങ്ങൾ എൻ്റെ വചനം പാലിച്ചതുകൊണ്ടുമല്ല, പിന്നെയോ ഞാൻ കരുണയുള്ള ദൈവമായതുകൊണ്ട്, ഞാൻ മനസ്സലിവുള്ള ദൈവമായതുകൊണ്ട്, ഞാൻ സ്നേഹവാനായ ദൈവമായതുകൊണ്ട്, ഞാൻ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമായതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്ന് ദൈവം അവരോട് പറയുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇത് ഇസ്രായേലിനോട് ദൈവം അന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് വിശ്വാസികളായ എന്നോടും താങ്കളോടും ദൈവം സംസാരിക്കുകയാണ്. നമ്മുടെ സ്വഭാവം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകൾ നാം വരുത്തുകയാണ്. നമ്മുടെ ദൈവത്തോടുള്ള ഭയവും ഭക്തിക്കും തമ്മിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വഭാവങ്ങളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം മാറുന്നില്ല. ദൈവം ഇതുവരെയും മാറിയിട്ടില്ല. ദൈവത്തിന് മാറാൻ കഴിയുകയില്ല. അവൻ മാറ്റമില്ലാത്തവനാണ്. ആ ദൈവം ഇന്നും എന്നോടും താങ്കളോടും കരുണ കാണിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അനുഗ്രഹത്തോടെ ഓരോ ദിവസവും ജീവിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മെ നശിപ്പിച്ച് കളയാതെ ദൈവം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ദൈവസന്നിധിയിൽ താഴുകയും കുറ്റങ്ങൾ ഏറ്റുപറയുകയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ച് വരുന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ഒരു വാക്ക് ക്ഷമയോടെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ തൊണ്ടയ്ക്കൊരു പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ടിനല്പം കുറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കെട്ട മകനെ പോലെ ദുഷ്ടവഴികളിൽ ഇഷ്ടം പോൽ ഞാൻ നടന്നു. കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിൽ ഇഷ്ടം പോൽ ഞാൻ നടന്നു. എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ. എന്നും എന്നെന്നും എന്നോടയവൻ മാറാതെ കൃപ തീരാതെ.